ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടുണ്ട്. ശരിക്കും ഇന്ന് ഞങ്ങൾ ദുബായിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ കാണാൻ ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ശരിക്കും ദുബായ് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം എന്താന്ന്. ഞങ്ങൾ ദുബായിൽ ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെ നോക്കാൻ പോകണം അങ്ങനെയൊക്കെ വിചാരിച്ച് പോയി. പക്ഷേ അവരവിടെ ഇല്ലായിരുന്നു. സോ ഞങ്ങളാണെങ്കിൽ ബീമാസ് കരാമ ആ ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മട്ടൺ സൂപ്പ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കിട്ടും, ടേസ്റ്റിയുമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ സമയം ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻ ശരി സബീൽ പാർക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ പാർക്കിംഗ് നമുക്ക് കിട്ടാണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് പ്രൈവറ്റ് പാർക്കിംഗ് ആണ് കിട്ടിയത്. അത് പെർ അവർ വന്ന് 10 dirhams ആണ്. 20 minutes ഫസ്റ്റ് 20 minutes അവിടെ ഫ്രീ ആണ്. സോ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോകാനായിട്ട് അവിടെ എൻട്രൻസ് പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞു ശരിക്കും വീക്കെൻഡ്സിലൊക്കെ അവിടെ 12 AM വരെ ഉണ്ട്. ബട്ട് വീക്ക് ഡേയ്സ് ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് പോയത് കൊണ്ട് ശരിക്കും 10:30 വരെയാണ് ഉള്ളത്. അപ്പോൾ ആൾറെഡി 9:30 PM ആയി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി ഇനി ഇവിടെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയില്ല. വരുമ്പോൾ പിന്നെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. ശരി, നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് വന്നതല്ലേ, പോകാൻ പറ്റിയില്ല എന്ന്. ഈ കാണുന്നത് ദുബായ് ഫ്രെയിമാണ്. ഓക്കെ, സബീൽ പാർക്കിൻ്റെ അടുത്ത് തന്നെ ദുബായ് ഫ്രെയിം. അപ്പോൾ ഇതാണ് സബീൽ പാർക്ക്. അപ്പം നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയൊരു പാർക്കാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന ടൈമിൽ ഒരുപാട് ഫാമിലീസും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അവിടെ നന്നായിട്ട് അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ദീപാവലിയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് സർപ്രൈസായിട്ട് ഹസ്ബൻഡ് ഞങ്ങൾ കോർണിഷ് ഷാർജയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് എൻ്റെ വിഷമമൊക്കെ മാറി കേട്ടോ. അല്ലെങ്കിൽ ചെറിയ വിഷമം ഉണ്ടാവേണ്ടത്. പക്ഷേ ആൾ ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ ആ വിഷമം ഫുള്ള് മാറി. പിന്നെ ഇവിടെ കോർണിഷ് കുറച്ച് ദിവസമായി ഞങ്ങൾ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള നിറയെ മാറ്റങ്ങളുണ്ടായിരുന്നു. കുറേ വാട്ടർ ഫൗണ്ടൻസും പിള്ളേർക്ക് കളിക്കാൻ നല്ല കുറേ പ്ലേ ഏരിയാസ്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ വന്നിട്ട് ഇവിടെ നന്നായിട്ട് കിട്ടും കേട്ടോ കഴിക്കാനൊക്കെ. പിന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്. ശരിക്കും നമുക്കിവിടെ 24 hour നമുക്ക് നിൽക്കാൻ പറ്റും. ഇങ്ങനെ ടൈമിങ്സ് അങ്ങനെയൊന്നുമില്ല. മോസ്റ്റ്ലി കംപ്ലീറ്റ് ഫാമിലീസൊക്കെയും വരുന്ന ഒരു സ്ഥലമാണ്. എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങളും പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി വന്ന് ഇവിടെ കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ചിക്കൻ നഗറ്റ്സും ഫിഷ് നഗറ്റ്സും ആണ് കേട്ടോ. ഫ്രഷ് ഫിഷൊക്കെയാണെന്ന് തോന്നുമോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്കും ഇതൊരു അൺടൈമാണ്, 12 ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ കുറേ വെയിറ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു more than half an hour വെയിറ്റ് ചെയ്തിട്ട് വാങ്ങിച്ച ഫുഡുമാണ്. അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഈ വാട്ടർ ഫൗണ്ടൻ ലൈറ്റ് ഷോ ഓരോ മണിക്കൂറിന് ഒരിക്കലും ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കിങ്ങും ഒക്കെ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയൊന്നും കാണാൻ പറ്റില്ലല്ലോ ശരിക്കും. അത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ വേറെ ആയിരിക്കും. അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ ശരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ ഏകദേശം ഒരു എന്തൊക്കെയാണ് അവിടെ പിള്ളേർക്ക് ഫാമിലീസിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്തിട്ടിട്ടുണ്ട് വീഡിയോസിൽ. അപ്പോൾ ഒരുവിധം നമുക്ക് മനസ്സിലാവും. പിന്നെ ഞാനിങ്ങനെ മോളെ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലും പിന്നെ ഇവരിങ്ങനെ ഭയങ്കര വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ നോയ്സി ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലും നമ്മൾ ഇങ്ങനെ ഇവിടെയൊക്കെ വരാറുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ.
പിന്നെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഇവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് കളിക്കാനായിട്ട്, ഓടാനും. അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ഒന്നും അല്ല ആൾക്കാർ രണ്ടുപേരും. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നിർത്തി ഇങ്ങനെ ഇവിടെയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ മാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് അവിടെ പോയി ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കും. അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. നല്ലൊരു സ്ഥലമാണ് ശരിക്കും. അങ്ങനെ അതൊരു നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സുഖമല്ലേ, അതായിരുന്നു അന്നത്തെ ദിവസം. എന്നുവെച്ചാൽ പെട്ടെന്ന് നമുക്ക് ദുബായൊന്നും കറങ്ങാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റായി പോയെന്ന് വിഷമിച്ചിരുന്ന ടൈമിൽ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര റിലാക്സിങ്ങും ഹാപ്പി ആയിട്ടും ഫീൽ ചെയ്തു. പിന്നെ റെസ്പെക്റ്റും തോന്നി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണാം. ബൈ.